നമസ്കാരം. ഗിന്നസ് അത്താറാദൂരാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി മിനിയേച്ചർ പുസ്തകങ്ങളിൽ പരീക്ഷണം നടത്തി അത് വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് സൗജന്യമായി നൽകി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് എൻ്റെ വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടാൻ സാധിച്ചു. ആ റെക്കോർഡ് ഇന്നും ലോകത്ത് ഒരാളും ബ്രേക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്ന എൻ്റെ ഗിന്നസിന് 10 വയസ്സ് പൂർത്തിയായ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ കാണാൻ കഴിയുന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. ഞാൻ എൻ്റെയൊക്കെ ഒരു ചെറുപ്പം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ വായനശാല ഒന്നും ഇല്ല. അപ്പോൾ ഈ 13 വയസ്സ്, അതായത് എന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അത്. അപ്പോൾ ആ സമയത്താണ് എന്നിലൊരു എഴുത്തുകാരൻ ഉണ്ട് എന്നുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായതും. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നോവലാണ് എഴുതിയത്. ഈ 200 പേജിൻ്റെ നോട്ട് പുസ്തകത്തിൽ ഇപ്പോൾ ക്ലാസ്സിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് എഴുതുക. അപ്പോൾ അതിങ്ങനെ എഴുതി 200 പേജിൻ്റെ, അപ്പോൾ അധ്യാപകർക്ക് എഴുതി അങ്ങനെ നോക്കുമ്പോൾ അത് നോവൽ ആയിട്ടാണ് ഞാൻ എഴുതിയത്. പിന്നീട് 9ൽ പഠിക്കുമ്പോഴും 2 നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് എഴുത്തിനെ സമീപിക്കുന്നത് എൻ്റെ രചനകൾ അച്ചടിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണ്. 2002ലാണ് എൻ്റെ ആദ്യത്തെ രചന ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ട് പിന്നെ എനിക്ക് നിരന്തരമായി എഴുതണമെന്നുള്ള ഒരു തോന്നലുണ്ടാവുകയും പിന്നീട് നിരന്തരമായി എഴുതുകയും കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ആനുകാലികങ്ങളിലും മാസികകളിലും ഒക്കെ നിരവധി രചനകൾ അച്ചടിച്ച് വരികയും ആയിരക്കണക്കിന് രചനകൾ ഇപ്പോൾ ഏകദേശം ഒരു 10-25 വർഷം, 1/4 നൂറ്റാണ്ടാവുകയാണ്, അത്രയും അച്ചടിച്ച് വരികയും ഉണ്ടായിട്ടുണ്ട്. എഴുത്തിലേക്ക് ഇപ്പോൾ ഓരോരുത്തരും എഴുത്തിലേക്ക് വരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ്. എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പോയി ഒരു ഏകദേശം 10-35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഗൃഹാതുരത്വമൊക്കെ സ്വാഭാവികമായിട്ട് രൂപപ്പെടും. അപ്പോൾ അന്നും ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ മംഗളം, മനോരമ ഒക്കെ അന്ന് വളരെ സുലഭമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചിരുന്നു. ആ ഒരു ശൈലി കൊണ്ട് ഈ 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്കിപ്പോൾ പാട്ട് പാടാനൊന്നും അറിയുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് കഴിയുന്നത് എഴുത്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എഴുത്തിലേക്ക് കടന്നു വന്നത്. പെട്ടെന്ന് അത് കുട്ടികളുടെ ഇടയിലൊക്കെ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പെട്ടെന്ന് ഞാൻ എഴുതുന്ന പുസ്തകം അവർ വായിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ഇടയിൽ നമുക്കൊരു അറ്റൻഷൻ രൂപപ്പെട്ടു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അറ്റൻഷൻ എന്നുള്ളത് തന്നെയാണ് ഏതൊരു കലാപ്രവർത്തനം നടത്തുമ്പോഴും ഉണ്ടാവുന്ന ഒന്ന്. അല്ല, ചെറിയ പുസ്തകം എഴുത്ത് തുടങ്ങുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോവലുകളാണ് എഴുതിയത്. പിന്നീട് ഇപ്പോൾ എൻ്റെ രചനകൾ വരുന്നത് 2002ലൊക്കെ ഞാൻ വലിയ കവിതകളും അതുപോലെ തന്നെ ചെറുകഥ എന്നുള്ള ആ കഥയുടെ ചെറുകഥ എന്ന് പറഞ്ഞ പേരിൽ ചെറുകഥയാണെങ്കിലും ഒരു 4-5 പേജ് അച്ചടിച്ചു വരുന്നതാണ് ഈ ചെറുകഥ. അത് പിന്നെ നോവലുകൾ ഒക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2006 എൻ്റെ ആദ്യത്തെ നോവൽ മിനാരങ്ങൾ ആനുകാലിക മാസികയിൽ അച്ചടിച്ച് വന്നുകൊണ്ടിരുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ ചെറിയ പുസ്തകത്തിലേക്ക് വരുന്നത് 2008ലാണ്. അത് ചെറിയ പുസ്തകം എന്ന് പറയുന്നത്, ഈ വായന മരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചർച്ച ഈ 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വളരെ സജീവമായി ഉണ്ടായി. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അന്ന് എൻ്റെയൊക്കെ ഉപ്പൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ചെറിയ ഖുർആനൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക,
ബൈബിൾ അതുപോലെ അങ്ങനത്തെ അതായത് വേദഗ്രന്ഥങ്ങൾ മിനിയേച്ചർ ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എങ്ങനെയാണ് ഈ ചെറിയ പുസ്തക രൂപത്തിലേക്ക് രചനകളെ കൊണ്ടുവരാം. അപ്പോൾ ആ സമയത്ത് ഒറ്റവരിക്കഥകൾ എന്ന് പറയുന്ന ഒരു ആനുകാലിക പ്രസിദ്ധീകരണമൊക്കെ ഞാനത് എഴുതിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് എൻ്റെ ആദ്യത്തെ അതായത് എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. 2008 1.5 ഇഞ്ച് വലിപ്പമുള്ള 4 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ഒരു പുസ്തകം തയ്യാറാക്കുന്നത്. അത് എനിക്ക് സഹായം എന്ന് പറയുന്നത് കുന്നംകുളത്തെ പവർ പ്രസ് ഫഹദ് എൻ്റെ സുഹൃത്താണ്. ഫഹദിൻ്റെ പ്രസ്സാണത്. അവിടെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഫാരിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ഞാൻ ഫഹദുമായി ഡിസ്കസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഫഹദും ആ ഒരു ചലഞ്ച്, ഇത് കുറച്ച് പ്രയാസമുണ്ട്, ഇതിപ്പോൾ 1.5 A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായ്മയോട് കൂടി അത് ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം, ഇത് നമ്മൾ 3000 കോപ്പിയാണ് ഫസ്റ്റ് എഡിഷനിൽ തയ്യാറാക്കുന്നത്. എന്നിട്ട് സാധാരണ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രകാശനമാണ് നടത്തുക. ഇത് നമ്മൾ തൃശ്ശൂർ പ്രസ് മീറ്റ് വിളിച്ച് ഏറ്റവും ചെറിയ കഥാസമാഹാരമാണ് എന്ന് പറഞ്ഞ് വായിക്കാൻ ആഗ്രഹമുള്ള, പുസ്തകം ലഭിക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ് മീറ്റ് നടത്തി. പിറ്റത്തെ ദിവസം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ അത് വലിയ വാർത്തയായി വന്നു. ഒപ്പം തന്നെ വീട്ടിലേക്ക് 100 കണക്കിന് കത്തുകൾ വന്നു. അപ്പോൾ മടക്കത്തപാൽ സഹിതം വരുന്ന കത്തുകളിൽ നമ്മൾ ഈ പുസ്തകം കൊടുക്കുന്നു, പരിചയപ്പെടുന്ന പരിപാടികളിൽ പുസ്തകം കൊടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ 6 മാസമാകുമ്പോഴേക്കും ഇതിൻ്റെ 2ാമത്തെ എഡിഷൻ നമുക്ക് ഇറക്കേണ്ടി വരും. വലിയ സ്വീകാര്യത കിട്ടി. ഇതിൽ അന്ന് ഞാൻ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു താല്പര്യം ജനങ്ങളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്നാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ക്യാച്ച് ചെയ്യുന്ന കണ്ടൻസാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഐറ്റം കിട്ടിയപ്പോൾ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന സമൂഹം ഇതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് ചില ആളുകൾ ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോവാതെ അതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. പക്ഷെ ഞാനതിൽ നിരന്തരം അതിൻ്റെ വിവിധ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയും 2009 വെറും 1 ഇഞ്ച് നീളം, അതായത് 2.5 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ആദ്യത്തേൽ നമ്മൾ 101 കഥകളാണ് ഉൾപ്പെടുത്തിയെങ്കിൽ, 2ാമത്തേൽ SMS 101 കവിതകൾ ഉൾപ്പെടുത്തിയ പുസ്തകം ഇറക്കി. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. സൗജന്യമായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ എല്ലാവരും സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പ്രൊമോഷനും കിട്ടുന്നവരൊക്കെ മറ്റുള്ളവരോട് പറയും, പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതും, അങ്ങനെ ആളുകളിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഓരോ സമയവും ഫസ്റ്റ് എഡിഷന് 5000-ഓളം പുസ്തകമൊക്കെ ഇതിൻ്റെ ഇറക്കി. അങ്ങനെ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ 2010 ഇങ്ങനെ ഒരു പുസ്തകം, ഇത് വെറും 1.5 സെൻറ്റിമീറ്റർ മാത്രമുള്ളൊരു പുസ്തകമാണ്. ഇതിൽ ഇംഗ്ലീഷാണ്, ഒരു ഭാഗത്തുനിന്ന് ഇംഗ്ലീഷും ഒരു ഭാഗത്തുനിന്ന് മലയാളം. അതായത് എൻ്റെ ആദ്യത്തെ 2 കവിതാ സമാഹാരങ്ങളിലെയും കഥാസമാഹാരത്തിലെയും ഏറ്റവും ചെറിയ രചനകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പുസ്തകം ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ആകുമ്പോഴൊക്കെ ഏകദേശം നമ്മൾ ഒരു വലിയ 10-15,000-ഓളം കോപ്പികൾ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ജനങ്ങൾക്ക്, വായന ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കാലം കുറെ വന്നപ്പോൾ ഞാൻ 18 വർഷം മുമ്പ് ഈ ചെറിയ ഒറ്റവരി 2 വരിയും ഇത്ര മിനിയേച്ചർ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് തലമുറ മാറി, എല്ലാവരും റീൽസും ഷോർട്സിലേക്കും വന്നു. ഇപ്പം എല്ലാവർക്കും ചെറിയ കണ്ടൻസ് മതി. അപ്പോൾ ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പ് ഈ ഒരു മാറ്റത്തെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും, കാരണം മാറുന്ന ലോകത്ത് 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഇത്രയും ഒരു ചെറുതിലേക്ക് സമൂഹം എത്തുമെന്നുള്ള ഒരു കണ്ടൻസിലേക്ക് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അല്ല, എനിക്ക് ആദ്യം കിട്ടിയത് ഗിന്നസ് അല്ല, ഞാനിപ്പോൾ ഈ ഒരു പുസ്തകം കാണിച്ചതല്ലോ. അപ്പം ഇങ്ങനെ 3 പുസ്തകങ്ങൾ 10-15,000-ഓളം കോപ്പികൾ സൗജന്യമായി ജനങ്ങൾക്ക് കൊടുത്തപ്പോഴാണ് സ്മോളസ്റ്റ് ബുക്ക് സെറ്റ് എന്ന കാറ്റഗറിയിൽ എനിക്ക് 2011 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിക്കുന്നത്. അപ്പോൾ അന്നും എനിക്ക് ഗിന്നസ് എന്നുള്ള ഒരു ചിന്തയും സ്വപ്നമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണം
ഞാനിങ്ങനെ നടത്തി പോരുന്നുണ്ട്. കാരണം ഗിന്നസ് എനിക്ക് കിട്ടുന്നത് 2016-ലാണ്. ഇപ്പോൾ 2026-ആണ്, 10 വർഷം തികയാണ്. പക്ഷെ അത് ഈ ഒരു പുസ്തകത്തിനല്ല കിട്ടിയത്. അത് ഈ ലാർജസ്റ്റ് കളക്ഷൻസ് ഓഫ് മിനിയേച്ചർ ബുക്സ് എന്ന ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു ഗിന്നസിൽ. അസർബൈജാൻ്റെ റെക്കോർഡായിരുന്നു. അതിൽ 2917 പുസ്തകങ്ങൾ, 7 സെൻറ്റിമീറ്ററിന് താഴെയുള്ള പുസ്തകങ്ങൾ, അതിൽ തന്നെ ബൈബിളിൻ്റെ 250ഓളം കോപ്പികളുണ്ട്, ഖുറാൻ്റെ ഒരു 300 കോപ്പി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവരുടെ കളക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിനെ സ്വന്തമായിട്ട് 3137 വ്യത്യസ്ത പേരുകളിലുള്ള, വ്യത്യസ്ത കവറുകളുള്ള, വ്യത്യസ്തമായിട്ടുള്ള വായിക്കാൻ കഴിയുന്ന, അവരുടെ റെക്കോർഡിൽ വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം നഗ്ന നേത്രങ്ങളെ കൊണ്ട് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ തയ്യാറാക്കി. അതിനാണ് 2016 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലഭിക്കുന്നത്. അത് ശരിക്ക് 2008 മുതൽ 2016 വരെയുള്ള 8 വർഷത്തെ നിരന്തരമായ പരിശ്രമമാണ്. ഈ പുസ്തകങ്ങളെല്ലാം പവർ പ്രസ്സിൽ നിന്ന് ഫാരിസാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതായത് നമുക്ക് അത്രയും നല്ലൊരു ക്ലോസ് സർക്കിളും ഒരു സുഹൃത്തും അവരുടെ സ്ഥാപനമൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2012 ചെയ്ത 1 എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരേ A4 ഷീറ്റ് കൊണ്ട് 68 പേജുള്ള 10 പുസ്തകമാണ് ഒരു A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിൽ 66 ഭാഷയിലുള്ള കവിതകളുണ്ട്. ലോകത്ത് ഇന്നേ വരെ ഇറങ്ങിയതിൽ നഗ്ന നേത്രങ്ങളെ കൊണ്ട് വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കവിതാ സമാഹാരമാണത്. പക്ഷേ ഇത് ഞാൻ ഗിന്നസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിന്നസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ പുതിയ ന്യൂ കാറ്റഗറി കൊടുത്തുകൊണ്ട് അവരത് സ്വീകരിക്കണം എന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു മറുപടി അവിടെ നിന്ന് കിട്ടിയത്, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാലോ 10 മില്ലിമീറ്റർ ആണെന്ന്. അവിടെ 1 മില്ലിമീറ്ററിൻ്റെ പുസ്തകമുണ്ട്, പക്ഷെ അത് വായിക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് സ്മോളസ്റ്റ് ബുക്ക് എന്നതാണ് കാറ്റഗറി. അത് റീഡബിൾ ആണോ അല്ലയോ എന്നുള്ളത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് 2012 എനിക്ക് ഇതിന് റെക്കോർഡ് കിട്ടുമായിരുന്നു. പക്ഷെ ഇതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയുടെ റെക്കോർഡ് സെറ്റർ, ബ്രിട്ടൻ്റെ റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക്, പിന്നെ അങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതും മാത്രമല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരുടെ കുറിച്ച് ബ്രെയിൻ സ്കോട്ട് എന്ന ഫ്രീലാൻസ് റൈറ്റർ കവിതാ സാഹിത്യത്തിലെ അത്ഭുതങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ വില്യം ഷേക്സ്പിയർ 1-മതായും വ്യാസമഹർഷി 4-മതായും പറയുന്ന ആ ഒരു ലിസ്റ്റിൽ 8-മതായിട്ട് ഈ പുസ്തകത്തിലൂടെ എനിക്ക് ഇടം പിടിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഗിന്നസ് കിട്ടിയില്ല. ഗിന്നസ് 2016 ഈ വ്യത്യസ്തമായ ഇത്രയധികം പുസ്തകം ചെയ്തത് കൊണ്ടാണ് ലഭിച്ചത്. പല ആളുകൾക്കും സംഭവിക്കുന്നത്, അവരൊരു അച്ചീവ്മെൻറ്റ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് നിർത്തി, പിന്നെ അതിൻ്റെ ഒരു ഫെസിലിറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ്. അതായത് ജീവിതം സന്തോഷകരമായി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഗിന്നസ് കിട്ടുന്ന 2016 കിട്ടിയപ്പോൾ ഉടനെ തന്നെ ഞാൻ ആധാർ എന്ന് പറയുന്ന പുതിയൊരു പുസ്തകം ഇറക്കി. ഇതിൻ്റെ 10,000 കോപ്പി ഇറക്കിയിട്ട് ആളുകൾ എന്നെ കണ്ടാൽ എന്നോട് ചോദിക്കുന്നത് പുസ്തകം ഉണ്ടെന്നാണ് ചോദിക്കാറ്. വിവാഹങ്ങളിലേക്ക് ഞാൻ പോയി കഴിഞ്ഞ് ഗിഫ്റ്റായിട്ട് പുസ്തകമാണ് കൊടുക്കുക. ഹൗസ് വാമിങ്ങിന് പോയാൽ എൻ്റെ ഗിഫ്റ്റ് പുസ്തകമാണ്. ഞാൻ പരിചയപ്പെട്ട ഏതൊരാൾക്കും ഞാൻ ഗിഫ്റ്റായിട്ട് എന്നെ ഓർമ്മിക്കാൻ വേണ്ടി, അത് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, പുതിയ മുഖ്യമന്ത്രി വി ഡി സതീഷ്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഗിഫ്റ്റാണത്. അപ്പോൾ അത് എല്ലാ സമയത്തും ഞാൻ അത്തരം പുതിയ പുസ്തകങ്ങൾ, പുതിയ കണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ 2023 ഈ പുസ്തകം ചെയ്തത്, ഹൈക്കു കഥകൾ. ഇത് ഏകദേശം 10,000 കോപ്പി നമ്മൾ കൊടുത്തു. അതിനുശേഷം 2025 ഇപ്പോൾ പുതിയ കാലമാണ്, ജെൻസിയും ആൽഫൊക്കെയാണ്. അപ്പോൾ ഒന്നുകൂടി അട്രാക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇതിനെ മൾട്ടി കളറിൽ എൻ്റെ നാടിൻ്റെ പേരിൽ ആദൂർ കവിതകൾ ഇറക്കി. ഇത് 15,000 കോപ്പിയാണ്. ഇതിന് കുറച്ചുള്ളൂ. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇത് രണ്ടും കൊടുത്തു തീർന്നാൽ 18 വർഷം കൊണ്ട് 50,000-ഓളം, 1,00,000 മിനിയേച്ചർ പുസ്തകങ്ങൾ സൗജന്യമായി 1 രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാതെ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഉപ്പ എല്ലാവരും കൂടിയിട്ടാണ് ഇത് കൂട്ടി യോജിപ്പിച്ച് പുസ്തകമാക്കുന്നത്. അതൊരു കുടുംബത്തിൻ്റെ പിന്നിലുണ്ട്. പിന്നെ പവർ പ്രസ്സുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഇപ്പോൾ എനിക്ക് 1,00,000 പുസ്തകത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു 25 വർഷത്തിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ 18ആയി, ഇനി ഒരു 7 വർഷത്തിൻ്റെ ഉള്ളിൽ അത് സാധ്യമാവും. പുസ്തകം ഇറക്കിയാൽ മതി. കാരണം പുസ്തകം വാങ്ങിക്കാൻ എൻ്റെ നിന്ന് ചോദിച്ച് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതി എനിക്കുണ്ട്. അതിനിടയിൽ എനിക്ക് ഇപ്പോൾ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു A4 ഷീറ്റ് പേപ്പറിനെ ഒരു 1000 പേജാക്കി മാറ്റി ഒരു 25 പുസ്തകം ഉണ്ടാക്കണം എന്നുള്ളത്. മുമ്പ് 10 പുസ്തകമാണല്ലോ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുസ്തകത്തിൻ്റെ വർക്കിലേക്ക് കടന്നത്. ഇത് സോൾട്ടാണിത്. ലോകം കണ്ടതിലെ ഏറ്റവും ചെറിയ പുസ്തകമാണിത് വായിക്കാൻ കഴിയുന്നത്. 1/2 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതുള്ളത്. ഇതിൽ സോൾട്ട് എന്ന് പറയുന്ന 12 അക്ഷരത്തിലുള്ള ഒരു കഥയാണ് ഐ വാസ് എ സീ സോൾട്ട്. ഞാനൊരു കടലായിരുന്നു ഉപ്പ്. അതിനെ 70 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു A4 ഷീറ്റിനെ A4 ഷീറ്റ് കൊണ്ട് 51 പുസ്തകം, 72 പേജ്, അതായത് 3672 പേജാക്കിയിട്ട് ഒരു A4 ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ്. ഇവിടെയാണ് ഇനി ഇതിനേക്കാൾ ചെറിയ ഒരു കണ്ടന്റും ഇതിനേക്കാൾ ചെറിയൊരു പുസ്തകവും അതും ഡീപ്പായ ഒരു കണ്ടന്റും കിട്ടി വായിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുസ്തകം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലോകത്ത് ആർക്കെങ്കിലും അതിന് കഴിവിച്ചെങ്കിൽ ഞാൻ അവരെ വെക്കും. എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഈ യാത്രയിൽ ആരും കോമ്പറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഒരു എൻഡിലെത്തി നിൽക്കുകയാണ്. ഈ പുസ്തകം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട് ഹിന്ദു പത്രത്തിലൊക്കെ റൈറ്റപ്പ് ഒക്കെ വന്നിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു പരീക്ഷണത്തിൽ എനിക്ക് ഒരു അറ്റത്തെത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അല്ല, ഇതിനിടയിൽ എൻ്റെ ഒരു മഹൽ എന്ന് പറയുന്ന ഒരു നോവല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിനാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉബ്ബ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വലിയ പുസ്തകങ്ങളാണ്. മഹല്ല് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാദേശിക ഭരണ സംവിധാനമായ മഹല്ല് അതിൻ്റെ അകമ്പുറം പരിശോധിക്കുന്ന ഒരു കൃതിയാണ്. 1, 2, 3 അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. അക്കാദമിയുടെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ കൊറോണ കാലത്ത് ഏകദേശം ഒരു വർഷത്തോളം നമ്മളൊക്കെ വീടുകളിൽ തന്നെ ഇരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു വളരെ വലിയൊരു വർക്ക് ചെയ്തു. യുദ്ധം ബേസ്ഡ് ആണ്. 1990 കുവൈത്ത് യുദ്ധം പ്രമേയമാക്കി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി വെള്ളറക്കാടുള്ള ആളാണ്, ലത്തീഫ് ഖാൻ. അന്ന് അവിടുന്ന്, അത് ചെറുപ്പമാണ് പുള്ളി, അദ്ദേഹം ബൈ റോഡ് കാറൊക്കെ ഓടിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ അവര് കുവൈത്തിൽ നിന്ന് ഇറാഖിലേക്കും, ഇറാഖിൽ നിന്ന് തുർക്കി, തുർക്കിയിൽ നിന്ന് ഇറാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബ്, ഡൽഹി, മുംബൈ വഴിയാണ് അവർ ആ യാത്ര. അത് ഓഗസ്റ്റ് 2 മുതൽ ഒക്ടോബർ 30 വരെയുള്ള 90 ദിവസമാണ് ആ നോവലിലുള്ളത്. അതിൽ കുവൈത്ത് യുദ്ധത്തിൻ്റെ കാര്യകാരണങ്ങളും, പെട്ടെന്നൊരു യുദ്ധം, ഒരു അധിനിവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അകപ്പെടുന്ന ജീവജാലങ്ങളുടെ, മനുഷ്യരുടെ, ജന്തുജാലങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിശോധിച്ച്, ഞാനീ പറയുന്ന സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അവിടുത്തെ പശ്ചാത്തലവും പരിസ്ഥിതിയും ഭക്ഷണവും ഒക്കെ അതിനെക്കുറിച്ച് ഡീപ്പായി പഠിച്ച് ഏകദേശം 1.5 വർഷം എടുത്ത് വളരെ ഗൗരവപൂർവ്വം ചെയ്തൊരു വർക്കുണ്ട്. അതിപ്പോൾ ഈ വർഷം അത് പുറത്തിറങ്ങും. ഒപ്പം തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു ഇൻ്റർനാഷണൽ സ്കോളർ മലേഷ്യയിലുള്ള നമ്മുടെ സുഹൃത്ത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, അഹമ്മദ് റിവാദ്. അതിപ്പോൾ പെങ്കിറാൻഡം എന്ന് പറയുന്ന പ്രമുഖ പ്രസാധകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം കാര്യങ്ങൾക്കും കാരണവുമില്ലാതെ ലോകത്ത് യുദ്ധം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധവിരുദ്ധ നോവലാണ്. ഒരു ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള വളരെ എഫർട്ട് എടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഞാനത് വൈകിയത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം പുറത്തിറക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണത്. പല പ്രസാധകരും എന്നോടത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഇതുകൊണ്ടാണത് അല്പം വൈകിയത്. അല്ല, എല്ലാ എഴുത്തുകാരെയും പോലെ ആദ്യം നമുക്കൊക്കെ ഈ സിനിമയോട് തന്നെയാണ് കമ്പം വരിക. സത്യത്തിൽ ഒരു നോവൽ എഴുതുന്ന ഒരു പ്രയാസം തിരക്കഥ എഴുതാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ വിശ്വാസം അങ്ങനെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ പലരും സിനിമാ സംവിധായകരാണ്. അവരുടെയൊക്കെ ആദ്യകാല ഷോർട്ട് ഫിലിമുകൾക്ക്, ഹോം സിനിമകൾക്കൊക്കെ സ്ക്രിപ്റ്റ് 10-15 സ്ക്രിപ്റ്റൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക ചിത്രീകരിച്ചിട്ടുണ്ട്. പലതും അന്നത്തെ കാലത്ത് ചാനലുകളിലൊക്കെ വന്നിട്ടുമുണ്ട്. പിന്നീട് ഞാൻ സിനിമയിലും ഒരു പരീക്ഷണമായിട്ട് മുന്നോട്ട് പോയി.
2008 ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമ ദ മാൻ എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നത് സിനിമ ഒരു എഴുത്തുകാരൻ, ഇപ്പോൾ പാട്ടെഴുത്തുകാരനായാലും കഥ എഴുത്തുകാരൊക്കെ അവരുടെ ഒരു മോഹം സിനിമയാണ്. സിനിമ ഒരു വേറൊരു എന്താ പറയുക, സ്റ്റാർ വാല്യൂ ഉള്ള വലിയ ഇൻകം ലഭ്യമാവുന്ന വലിയൊരു മേഖലയാണ്. പെട്ടെന്ന് പോപ്പുലർ ആവുകയും ചെയ്യും. പക്ഷേ എനിക്കും ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു 18-19 വയസ്സുള്ള, ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കലാലയം എന്ന് പറയുന്ന 1.5 മണിക്കൂറുള്ള ഹോം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അന്ന് എനിക്ക് 15-16 വയസ്സാണ്. അത് ഞാൻ പഠിച്ചിരുന്ന ശ്രീ വിവേകാനന്ദ കോളേജിൽ കീഴൂർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കലാലയത്തിലുള്ള ഇപ്പോഴും ഈ ലഹരിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് നമ്മൾ ആ സിനിമ, ഹോം സിനിമ ചെയ്തത്. പിന്നീട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും ഇന്ന് സിനിമാ മേഖലയിൽ സംവിധായകരാണ്. അവരുടെയൊക്കെ ആദ്യകാല ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടിയിട്ടും ഹോം സിനിമകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2008 ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്തത്. അതൊരു വേൾഡ് വൈഡ് ആയിരുന്നു ആ സിനിമ. അത് സൈലന്റ് മൂവിയാണ്. ഓൺലി 10 സെക്കൻഡ്, 10 സെക്കൻഡ് സമയദൈർഘ്യം മാത്രമുള്ള, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ സിനിമയായി 2012 100 ഇയേഴ്സ് ഓഫ് സിനിമ ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച, റെക്കോർഡ് നേടിയ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ദമൻ എന്ന് പറയുന്ന സിനിമ. ഉറുമ്പാണ് അതിൽ അഭിനയിച്ചത്. വെള്ളത്തിൽ വീണെടുക്കുന്ന ഒരു മനുഷ്യൻ കാണുന്ന ഉറുമ്പിനെ രക്ഷിക്കുന്നു. ആ ഉറുമ്പ് കട്ടുറുമ്പാണ്, അത് കടിക്കുമെന്ന് കരുതി അതിനെ ആ മനുഷ്യൻ തന്നെ കൊല്ലുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ദേവഭാവവും അസുരഭാവവും സെക്കൻഡ്സുകൾക്കകം മറിയുമെന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു അത്. അതിപ്പോഴും അതിനെക്കുറിച്ചിട്ട് ഫിലോസഫിക്കൽ മൂവി എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കാറുണ്ട്. പിന്നെ എൻ്റെ, അതായത് സിനിമ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ഇതിൽ ഞാൻ വേറെയും പല ഇതിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഇതുകൊണ്ട് എനിക്ക് പിന്നെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ള എൻ്റെ ഒരു മോഹം എന്തോ അങ്ങനെ എന്നിൽ നിന്നത് നഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഞാൻ എന്താ പറയുക, നോവൽ അല്ലെങ്കിൽ ചെറുകഥ രീതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അല്ല, ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു 1300 രചനകൾ ഇതുവരെ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിൽ അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട രചന എന്ന് പറയാൻ, സത്യത്തിൽ ഞാൻ സാധാരണ നോവലുകളൊക്കെ 2 മാസം കൊണ്ട് എഴുതി തീർക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ വർഷങ്ങളെടുത്തിട്ട് 2 വർഷം 1.5-2 വർഷം എടുത്തിട്ട് എഴുതി പൂർത്തീകരിക്കുന്നത് എൻ്റെ യുദ്ധം ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ പുതിയ നോവലാണ്. അങ്ങനെ ഒരു വർക്ക് കാരണം ലോകത്തിൻ്റെ വിവിധ 7 രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വർക്ക് ചെയ്യുക, അതും ഈ സ്ഥലങ്ങളൊന്നും കാണാതെ ചെയ്യുക, തീർച്ചയായിട്ടും അതാണ് എൻ്റെ പ്രിയപ്പെട്ട രചന എന്ന് പറയുന്നത്. പക്ഷേ ആ രചന നിങ്ങൾ വായിച്ചിട്ടില്ല, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ അതിനെയാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട രചനയായി കാണുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞു പുസ്തകങ്ങളാണ്. കാരണം എന്നെ ഞാനാക്കിയത്, എന്നെ എല്ലാ ആളുകളും തിരിച്ചറിഞ്ഞത് അതായത് ഒരു മേഖലയിൽ, സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് ആളുകൾ കടന്നു വന്നൊരു മേഖലയാണ്. പക്ഷെ അവിടെ എനിക്ക് എൻ്റെതായ ഒരു പദ്ധതി കണ്ടെത്താനും അത് ആവിഷ്കരിക്കാനും അത് സൗജന്യമായിട്ട് എനിക്ക് നൽകാനും കഴിഞ്ഞത് എൻ്റെ മിനിയേച്ചർ പുസ്തകത്തിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടം ഏതിനോടാണെന്ന് ചോദിച്ചാൽ ഈ 2 പുസ്തകങ്ങളാണ്. ഒന്ന് 1 എന്ന ഈ പുസ്തകവും, 2 ഈ 1/2 സെന്റിമീറ്റർ എന്ന ഈ പുസ്തകത്തോടാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സമൂഹത്തിലുണ്ടാവുന്ന ഏതൊരു വിഷയത്തിലും ആദ്യമായി ഇടപെടുന്നവനും പ്രതികരിക്കുന്നവനും എഴുത്തുകാരനായിരിക്കും. അതാണ് ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ നമ്മുടെ രാജ്യത്ത്, ലോകത്ത് നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ അതേ സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഫലസ്തീൻ ബേസ് ചെയ്തിട്ട് യുദ്ധം നടക്കുമ്പോൾ പക്ഷികളുടെ കഥ എന്ന് പറയുന്ന ഒരു കഥ എഴുതി. അത് സിമ്പിളാണത്. അതായത് ലോകത്ത് ആദ്യമുണ്ടായത് മനുഷ്യരല്ല, പക്ഷികളും മൃഗങ്ങളുമായിരുന്നു. അതിൽ തന്നെ ആദ്യമുണ്ടായത് പക്ഷികളാണ്.
പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മൃഗങ്ങൾ ഉണ്ടായത്. പക്ഷെ മൃഗങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അവർ ഓരോ ടെറിട്ടറികൾ രൂപപ്പെടുത്തുകയും അവിടെ നിന്ന് പക്ഷികളെ ആട്ടിപ്പായിക്കുകയും പിന്നീട് കണ്ണിൽ കണ്ട പക്ഷികളെ മുഴുവൻ മൃഗങ്ങൾ കൊന്നു തിന്നാൻ തുടങ്ങിയപ്പോൾ സ്വയരക്ഷാർത്ഥമാണ് പക്ഷികൾ പറക്കാൻ പഠിച്ചത്. ഒരു ഫലസ്തീൻ ബാലം ഫലസ്തീൻ തെരുവിൽ നിന്നുകൊണ്ടാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. ഇത് തന്നെയാണ് ഫലസ്തീൻ ഇഷ്യൂ. ജന്മനാട്ടിൽ നിന്ന് നിരന്തരം ആട്ടിപ്പായിക്കപ്പെടുന്ന ഒരു ജനസമൂഹം. അപ്പൊ അത് നമ്മൾ പക്ഷികളിലൂടെ അതെഴുതി. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിൽ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് എൻ്റെ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു കഥ വന്നിരുന്നു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കറിയാം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എങ്ങോട്ട് പോകണമെങ്കിലും പ്രത്യേകിച്ച് ഒരു കത്തോ കവറൊക്കെ കയ്യിൽ വെക്കണം. അതേസമയം ബാറിൽ പോയിട്ട് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും മദ്യപിക്കാം. അപ്പം 3 പേര് ഒരുമിച്ച് വരികയാണ്. ഒരാൾ പള്ളിയിലേക്ക് പോയി, ഒരാൾ അമ്പലത്തിലേക്ക് പോയി, ഒരാൾ ബാറിലേക്ക് പോയി. ഈ പള്ളിയിലേക്ക് പോയതിനെയും അമ്പലത്തിൽ പോയതിനെയും പോലീസ് പിടിച്ചു. അവസാനം ബാറിൽ പോയ 3ാമത്തെ ആളാണ് ഈ 2 പേരെയും ജാമ്യത്തിലെടുത്തത്. അതുപോലെ നമ്മുടെ ഇടയിൽ പൗരത്വം എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ്. ആ സമയത്ത് ഞാൻ പൗരത്വം എന്ന് പറയുന്ന ഒരു 2 വരി എഴുതി. ഈ കാക്കക്ക് പാരയായത് അതിന്റെ പേരാണെങ്കിൽ, അതായത് കാക്കമാരെന്ന് പറയുന്നത് മുസ്ലിംസിനെയാണ്. അപ്പൊ കാക്കക്ക് പാരയായത് അതിന്റെ പേരാണെങ്കിൽ തത്തക്ക് വിനയായത് അതിന്റെ നിറമായിരുന്നു. പച്ചയാണ് ഇപ്പൊ മുസ്ലിമിൻ്റെതായിട്ട്. അപ്പൊ അതായത് എല്ലാ വിഷയങ്ങളിലും നമ്മൾ അതുപോലെ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു കാലമാണ്. അപ്പോൾ ഒരു കഥ അതിൽ ഒരു മുഖ്യപ്രഭാഷണം നടത്തുന്ന തോമസ് മാഷ് പറയുന്ന ഒരു കാര്യമാണ്, മേക്ക് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ദാനാമാഞ്ചി എന്ന മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ മൃതദേഹവുമായി 10 വയസ്സുള്ള കുട്ടിയുടെ കൈയും പിടിച്ച് ഭാര്യയുടെ മൃതദേഹം ചുമലിലിട്ട് 12 കിലോമീറ്ററോളം നടന്നു. എന്നിട്ട് അദ്ദേഹം സ്റ്റേജിൽ തുപ്പുകയാണ്. എന്നിട്ട് പറഞ്ഞു, മേക്ക് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, അച്ഛേ ഭാരത്. ഇത് ആ തുപ്പൽ അത്രയും സ്ട്രോങ് ആണത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളിലൂടെയും നമുക്ക് കഥയിലൂടെ നമുക്ക് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു കലാകാരൻ്റെ ചിത്രത്തിലൂടെ ആണെങ്കിലും കലയിലൂടെ ആണെങ്കിലും എഴുത്തിലൂടെ ആണെങ്കിലും ഒക്കെ അത് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ എൻ്റെ പുതിയ നോവൽ എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ്. യുദ്ധമാണ് ഇപ്പോൾ ലോകത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും യുദ്ധത്തിന്റെ പ്രശ്നമാണ്. ഒരിക്കലും യുദ്ധം നടക്കുമ്പോൾ അതിന്റെ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ യുദ്ധമുഖത്തും നമ്മൾ മനുഷ്യരെ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ നോവലിൽ യുദ്ധമുഖത്തുപെട്ട മൃഗങ്ങളുടെ കഥ കൂടി ഞാൻ പറയുന്നുണ്ട്, പക്ഷികളുടെ കഥ കൂടി ഞാൻ പറയുന്നുണ്ട്. ഈ പുതിയ തലമുറയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അവര് ജനിച്ചു വീഴുന്നത് തന്നെ സാങ്കേതികതയിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ എഴുതുകയാണ്. പുതിയ തലമുറ അവര് വോയിസ് ടൈപ്പിങ്ങിന്റെ കാലമാണ്, അല്ലെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു കാലമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിരലിങ്ങനെ വെച്ചാൽ മതി, അതിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വരുന്ന ഒരു കാലം കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുത്തിൽ ഇപ്പോൾ നമ്മൾ എഴുത്തിനെ തീവ്രമായി സമീപിച്ച് ആളുകളെ കൃത്യമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൃതിയെ പോലും നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയൊരു പിന്തുണ ഉണ്ടെങ്കിൽ, നമുക്കൊരു സുഹൃത്ത് വലയും അതിൻ്റെ മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് കൃതിയെ മാർക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു എഴുത്തുകാരൻ അവൻ ജീവിതത്തിൽ എഴുതി ഇടം കണ്ടെത്തി പോകുമ്പോൾ ഭാവി തലമുറയും അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തെ റെഫർ ചെയ്യണമെങ്കിൽ തൻ്റെതായ എന്തെങ്കിലും അതിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് സ്വന്തമായ നിരീക്ഷണങ്ങളിലൂടെ അധ്വാനത്തിലൂടെ, ഇപ്പോൾ എൻ്റെ മഹൽ എന്ന് പറഞ്ഞ നോവലിലെ 86 കഥാപാത്രങ്ങളും ഞാൻ കണ്ട ആളുകളാണ്. കൃത്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയും. അങ്ങനത്തെ ഇപ്പോൾ എല്ലാ ആളുകളും അവർ ജനിച്ച് വളരുന്ന ചുറ്റുപാടിൽ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആ കഥാപാത്രങ്ങളെ നിരീക്ഷിച്ച് നന്നായി അധ്വാനിക്കണം, നന്നായി കഷ്ടപ്പെടണം. അപ്പോഴാണ് നല്ല കൃതികൾ ഉണ്ടാവുള്ളൂ. അതിന് ക്ഷമ എന്ന് പറയുന്ന ഞാൻ 13 വയസ്സിൽ എഴുതി തുടങ്ങിയ എൻ്റെ ആദ്യത്തെ രചന പ്രസിദ്ധീകരിച്ചു വരുന്നത് 25ാമത്തെ വയസ്സിലാണ്. 12 വർഷം ഞാൻ കാത്തിരുന്നിട്ടാണ് ഇന്ന്
ഇന്ന് എഴുതിയ സാധനം ഇന്ന് തന്നെ എന്ത് ചെയ്യുന്നു, FB നമുക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രസാധകർ വേണമെങ്കിലും നമ്മുടെ 50 പേജിന്റെ പുസ്തകമാണെങ്കിലും 100 പേജിന്റെ പുസ്തകമാണെങ്കിലും നമുക്ക് 100 കോപ്പിയോ 50 കോപ്പിയോ ഇവരെ അടിച്ചു തരും. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ നമുക്ക് അവാർഡ് തരാനും ആളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി, ചാറ്റ് GPT ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ എഴുതിയതാണോ അല്ലെങ്കിൽ AI എഴുതിയതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം വരും. അപ്പോൾ സ്വന്തമായ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ശൈലിയുണ്ട്, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നമുക്ക് വായിക്കാം. അതുപോലെ MTN ഒരുപാട്, അത് സ്വന്തമായ ഒരു ശൈലിയും ഭാഷയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എന്താ പറയാ, നെല്ലേത് പതിരേത് എന്ന് മനസ്സിലാവാത്തൊരു കാലത്ത്, ഏതാണ് ഒറിജിനൽ എന്ന് തിരിച്ചറിയാത്തൊരു കാലത്ത് നമുക്ക് ഒറിജിനലായി നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നു. വായന മരിക്കുന്നു എന്നുള്ള ആ ഒരു ടോക്കിന് ഒരു പ്രസക്തിയില്ല. വായനയുടെ രൂപം മാറുകയാണ്. വായനക്കാരൻ്റെ രൂപം മാറി, എഴുത്തുകാരൻ്റെ രൂപം മാറി, വായനയുടെ രൂപം മാറി. ഇപ്പോൾ പുസ്തകത്തിലെ വായന ചിലപ്പോൾ ഇതിലേക്കും മറ്റ് സോഷ്യൽ മീഡിയയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും ടാബിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ സ്ക്രീനിൽ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പുസ്തകങ്ങളും ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആളുകൾ സീരിയസ് ആയിട്ട് വായിക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒട്ടുമിക്ക വീടുകളിലും അവരുടെ വീടിൻ്റെ ഒരു അലങ്കാരം എന്നുള്ള രീതിയിൽ ഹോം ലൈബ്രറികളുണ്ട്. പക്ഷെ അതൊക്കെ തുറന്നു നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഏത് രീതിയിലാണോ വായനയെ തൃപ്തിപ്പെടുന്നതെങ്കിൽ അവിടെ നൂതനമായി എഴുത്തുകാരൻ നിരന്തരം അവൻ പുതിയ തലമുറക്ക് ആവശ്യമായ രീതിയിലുള്ള നൂതനമായിട്ടുള്ള വായനാനുഭവങ്ങൾ നൽകുന്നതിന് വേണ്ടി എഴുത്തിൽ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നൂതനമായ ഒരു ആശയത്തെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. മിനിയേച്ചർ പുസ്തകം എന്ന ആശയത്തെ കൊണ്ടുവരാനും അത് 10,000-കണക്കിന് ആളുകൾക്ക് സമ്മാനിക്കാനും സാധിച്ചത് കൊണ്ട് എന്തായാലും ഞാൻ ഓർക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗിന്നസ്, ഇപ്പോൾ എനിക്കൊക്കെ ഗിന്നസ് കിട്ടുന്നത് 2016 അന്ന് കേരളത്തിൽ നിന്ന് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് കിട്ടുന്നവരെ മാത്രം കേട്ടോ ഗിന്നസുകാർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാൾക്ക് ഗിന്നസ് കിട്ടുമ്പോൾ ലണ്ടനിൽ നിന്ന് ഗിന്നസിന്റെ ആസ്ഥാനത്ത് നമുക്കൊരു ലെറ്റർ നൽകുന്നുണ്ട്, ഗിന്നസിന്റെ ടൈറ്റിൽ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട്. അത് കിട്ടുന്ന ഒരാൾക്കാണിത്. ഇപ്പോൾ പല ഗ്രൂപ്പ് ഇവന്റുകളിലും പങ്കെടുത്ത ആളുകൾ 500-1000 ആളുകൾ കൂടി ചെയ്തതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും ഗിന്നസാന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അവരൊരിക്കലും അതിൻ്റെ ടൈറ്റിൽ ഹോൾഡേഴ്സ് അല്ല. ഇൻഡിവിജ്വലായിട്ട് ഗിന്നസ് കിട്ടിയ അന്ന് 10 വർഷം മുമ്പ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ 12ാമത്തെ ആളാണ്. ഇന്ന് ഏകദേശം 105ഓളം പേർക്ക് ഗിന്നസ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ കിഡ്സ് കാറ്റഗറി ഒക്കെ വരുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ്, AGRH ആഗ്രഹ്. ഇപ്പോൾ നിലവിൽ ഞാനാണ് അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്. ഇടുക്കിയിലുള്ള എന്നൊക്കെ ഗിന്നസിലേക്ക് അതിൻ്റെ പേപ്പേഴ്സ് വർക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്ന സുനിൽ സാറാണ് അതിൻ്റെ സെക്രട്ടറി. ബ്രിജേഷ് കണ്ണൻ അതിൻ്റെ ട്രഷററും, അശ്വിൻ അതിൻ്റെ കോർഡിനേറ്ററുമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിരന്തരമായിട്ട് അപേക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിന്നസുകാർക്ക് എന്തെങ്കിലും ഒരു വളരെ നിസ്സാരമായ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം ഒരു 55 വയസ്സ് കഴിഞ്ഞ ഒരു 5-6 പേരാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിൽ തന്നെ ഒരു 10ഓളം പേരുള്ളതിൽ 2-4 പേര് അവരൊക്കെ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് എംപ്ലോയീസാണ്. അല്ലാത്തൊരു 5-6 പേരുള്ളൂ. അവർക്കൊരു പെൻഷൻ, ഒരു എന്താ പറയുക, ഒരു മിനിമം പെൻഷൻ എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. കഴിഞ്ഞ സർക്കാർ അത് ഈ 6 ആളുടെ കാര്യത്തിൽ അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം 2022 ഗിന്നസുകളുടെ ആനുവൽ മീറ്റിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ സാറ് വരികയും ഒരു മാറ്റമുണ്ടാവുന്ന കാലത്ത് തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആകെ ഏറ്റവും ലളിതമായ സ്വന്തം അധ്വാനത്തിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഈ കലാകാരന്മാരുടെ ഒരു വ്യത്യസ്തരായിട്ടുള്ളവരുടെ ഈ ഒരു ആവശ്യം, ഇപ്പോൾ നിലവിൽ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി നീക്കിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റിതര സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഗിന്നസ് കിട്ടിയ ആളുകളെ ഗവൺമെന്റ് പല കാര്യങ്ങളിലും വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഇതിലും ചിലർക്ക് അവിടുത്തെ സ്റ്റേറ്റിന്റെ അവാർഡും മറ്റതൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കിടയിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് ഒരു ഘടകമാണ്. ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അത് ഏത് മേഖലയാണെങ്കിലും അവന്റെ രാഷ്ട്രീയം കൂടി ഒന്ന് നോക്കും. അങ്ങനെയാണ് കിട്ടാറ്. അപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഗിന്നസ് പക്രു. അദ്ദേഹം ആ ഒരു എന്താ പറയുക പരിമിതികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതും സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ നാട്ടിലെ വലിയ നല്ല ആകാരവടിവുള്ള നടന്മാർക്ക് പത്മശ്രീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പരിമിതി വെച്ചുകൊണ്ടും അവരെ പോലെ അഭിനയിക്കുന്ന സിനിമയിൽ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ച് ഗിന്നസ് കിട്ടിയിട്ടുള്ള ഇപ്പോൾ പക്രുവിന് ഇതുവരെ പത്മശ്രീക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും അതൊക്കെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും സമീപകാലങ്ങളിൽ അതൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉപ്പ, ഉമ്മ, പിന്നെ വൈഫ്, 4 മക്കളാണുള്ളത്. ഞാൻ ഏക മകനാണ്. എനിക്ക് സഹോദരിമാരൊന്നും ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി ഇപ്പം എൻ്റെ ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ അവരെല്ലാവരും കൂടും. അവർക്കത് രസമാണ്. എല്ലാവരും അതിലെന്നെ സഹായിക്കാറുണ്ട്. അവർക്ക് മറ്റെല്ലാ കാര്യങ്ങളും അവർ നമുക്ക് സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു കുടുംബം മൊത്തം നമുക്ക് എതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളൊക്കെ ചോദിക്കും ഉപ്പച്ചി എന്തിനാ അത് വെറുതെ കൊടുക്കണത് എന്നൊക്കെ അവർ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഈ സൗജന്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്ത് തന്നെ 820 കോടി ജനങ്ങളുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഇങ്ങനെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്ന വേറെ ഒരു കഥാകൃത്തും അല്ലെങ്കിൽ ഒരു കവിയും ഈ ലോകത്ത് വേറെ ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഗുണം ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ ഇത്രയും കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മാത്രമായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ മിനിയേച്ചർ പുസ്തകങ്ങളുടെ റെക്കോർഡ് ഇതുവരെ ഒരാളും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു പക്ഷെ റെക്കോർഡായത് ബ്രേക്ക് ചെയ്യപ്പെടും. പക്ഷെ 18 വർഷമായിട്ട് സൗജന്യമായിട്ട് പുസ്തകം കൊടുക്കുന്ന ഒരാളും ഇല്ല. അപ്പൊ അത് പെട്ടെന്ന് ഒരാൾക്ക് ഇനി വന്നിട്ട് ബ്രേക്ക് ചെയ്യാനും സാധിക്കില്ല. ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അതില് ഒരു എന്താ പറയാ അങ്ങനെ ഒരു ഒറ്റ ഒരാളാവാൻ നമുക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ദൈവത്തിന് നമുക്ക് ഇതൊക്കെ ദൈവമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ആശയം തരുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ടാണ്. അതിന് നമുക്ക് നല്ല ദൈവത്തോട് നന്ദിയുണ്ട്. പിന്നെ നമ്മളെ സഹായിക്കുന്ന പിന്നെ ഇപ്പോൾ എൻ്റെ രചനകൾ ആൾ സ്വീകരിക്കേണ്ട കണ്ടവരൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഉണ്ട് ആ വിഷയത്തിൽ. ജീവിതം എന്ന് പറയുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് നമ്മൾ ഇപ്പോൾ പുതിയ തലമുറയുടെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണമെന്നുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു യുഗമാണ്. ക്ഷമ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ 10 വർഷമോ 15 വർഷം മുമ്പ് ആഗ്രഹിച്ച ഒരു കാര്യം ഇപ്പോൾ നടക്കുക. അപ്പോൾ ഞാൻ തന്നെ 8 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. അതുപോലെ പലതും നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട വലിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് പിന്നീട് നമ്മളിലേക്ക് വരും. ഇപ്പോൾ ലോകകപ്പിൻ്റെ ഒരു സമയമാണ്. എനിക്ക് ഇപ്പോഴും അതറിയാം. 86 അർജന്റീനക്ക് ലോകകപ്പ് കിട്ടുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ ചെറുപ്പമാണ്. 90കളിലാണ് നമ്മൾ അർജന്റീനയുടെ കൂടെ കൂടുന്നത്. അന്ന് മുതൽ ഈ 2018 വരെയും ഫൈനലിലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലോ ആയിട്ട് നിരന്തരമായി പരാജയപ്പെട്ട ഒരു ടീമാണ് അർജന്റീന. അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ മകൻ അന്ന് 8 വയസ്സാണ്. ഞാൻ ആ സൗദി അറേബ്യയുമായിട്ടുള്ള ആ മത്സരത്തിൻ്റെ അന്ന് ഞാൻ FBയിൽ കുറിച്ചു, എന്തിനും ഒരു കാവ്യനീതിയുണ്ട്, അത് കളിയിലായാലും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ദൈവം ഈ ലോകം മെസ്സിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുത്തു. ആകെ ഇല്ലാതിരിക്കുന്നത് ഒരു ലോകകപ്പാണ്. അതെന്തുകൊണ്ട് ഇത്രയും കൊടുത്ത ദൈവം മെസ്സിക്ക് അത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തു. പക്ഷെ ആ കളിയിൽ സൗദി അറേബ്യയോട് അർജന്റീന തോറ്റു. അപ്പോൾ എൻ്റെ മോനോട് ഉപ്പച്ചി അർജന്റീന തോറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം മെസ്സിക്ക് ആ കപ്പടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി 2022 ലോകകപ്പ്. എനിക്കിപ്പോഴും അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊരു കവിത ചെയ്തു. ഫൈനലിൽ അന്ന് ലുസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സി കപ്പുമായി നിൽക്കുമ്പോൾ പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നത് കാണാം.
അതിലൊന്ന് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 പൂമ്പാറ്റകളുടെ ചിത്രം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇന്റർവെല്ലിന്റെ സമയത്ത് 2 ഗോളിന് ലീഡാണ്. അപ്പോൾ എന്നെ പലരും വിളിച്ച് ചോദിച്ചു 3 ഗോളിന് ജയിക്കൂലെന്ന്. പിന്നെയാണ് കളി ആകെ എംബപ്പെ തിരിച്ചു വരുന്നു, ഭയങ്കര സംഭവം, ദേവാസുരം സിനിമ പോലെ ആയിരുന്നു. പക്ഷെ എന്നാലും അവസാനം അത് കപ്പടിച്ചു. അതായത് ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, എല്ലാറ്റിലും ഉണ്ട് അത്. എന്തിനും എന്താ പറയുക, ഒരു കാവ്യനീതിയുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നത്തിന് പുറകെ നമ്മൾ സഞ്ചരിച്ചാൽ അത് കിട്ടും. പിന്നെ പുതിയ തലമുറയിലേക്ക് സിന്തറ്റിക് ലഹരികളടക്കം കടന്നു വന്നിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ പറയാണ് കൂട്ടുകാരനോട്, എന്നെ പോലെ തന്നെ എൻ്റെ മകനും സ്റ്റാമ്പ് കളക്ഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് മോനെ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് ഇത് ന്യൂജൻ സ്റ്റാമ്പായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലമാണ്. കുട്ടികൾ പല രീതിയിൽ കൗമാരക്കാരൊക്കെ ലഹരിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. സത്യത്തില് എനിക്കിതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴത്തെ ഒരു സുഖം മാത്രമാണത്. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഈ കൗമാരക്കാലോ യൗവനോ ഒന്നുമല്ല. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും മനുഷ്യൻ കടന്നുപോയി അതിൻ്റെ അവസാന ഘട്ടമായ വാർദ്ധക്യം പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ശാരീരിക ക്ഷമത വേണം, അതിന് ആരോഗ്യം വേണം. അല്ലാതെ തന്നെ മനുഷ്യരിലേക്ക് ഒരുപാട് അസുഖങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ലഹരിക്കൊക്കെ നമ്മൾ വശംവദരാകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഈ ആ സമയത്ത് ചില കൂട്ടുകെട്ടുകളാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്രയോ വാർത്തകൾ കാണുന്നുണ്ട്, അതേ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചവർ അപ്പം തന്നെ പരസ്പരം കൂട്ടിക്കൊല്ലുന്ന ഒരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മുക്തരായി നല്ല ചിന്തകളും നല്ല ലക്ഷ്യവും മുൻനിർത്തി സ്വപ്നങ്ങൾക്ക് പുറകെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കവിത കൂടി ഞാൻ പറയാം. സ്വപ്നങ്ങൾക്ക് ഓരോ കയ്യും കാലും ഫിറ്റ് ചെയ്യണം, എങ്കിലേ വിജയം എളുപ്പമാവും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കയ്യും കാലും ഫിറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പറക്കണം. പറന്നാൽ നിങ്ങൾക്കെല്ലാം സാധ്യമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ തലമുറക്ക് വിദേശത്ത് പോയി പഠിക്കലോ, ലണ്ടനിലും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ പോയിട്ട് ഒരു കോളേജിൽ ചേർന്ന് പഠിക്കലോ ഡിഗ്രിക്ക് ചേരലൊന്നും സ്വപ്നം പോലും കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് സാധാരണക്കാരൻ്റെ മത്സ്യത്തൊഴിലാളിയുടെയും കൂലിപ്പണിക്കാരുടെയും മക്കൾ വരെ അവിടെ പോയി പഠിക്കുന്ന അത്രമാത്രം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാലത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗംഭീരമായ ഭാവി ഉണ്ടാവും. അതേ നിങ്ങൾക്ക് സാധിക്കട്ടെ, അതിന് ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്.